Hi, hello and welcome back to Try It Out with Meera Nair. ചേനയും പയറും മെഴുക്കുപുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അതിനായി ചേനയുടെ ഒരു പൂളെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള കഷ്ണങ്ങളായി അരിഞ്ഞു. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് പയർ വീഡിയോയിൽ കാണുന്ന അവലിപ്പത്തിൽ അരിഞ്ഞിടുന്നു. ഈ ചേനയും പയറും മെഴുക്കുപുരട്ടിയുടെ ടേസ്റ്റിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന വറ്റൽമുളകും ചുവന്നുള്ളിയും ചതച്ചിടുന്നതാണ്. അപ്പോൾ അതിനായി കുറച്ച് വറ്റൽമുളക്, ഒരു 7-8 വറ്റൽമുളകും 8-10 അല്ലി ചുവന്നുള്ളിയും മിക്സിയിൽ നന്നായി ചതയ്ക്കുന്നു. ആദ്യം വറ്റൽമുളകൊന്ന് ചതച്ചിട്ടാണ് ചുവന്നുള്ളി കൂടിയിട്ട് അരയ്ക്കുന്നത്. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കഴുകി വാരി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അതിലേക്ക് ഇടുന്നു. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് ഞങ്ങൾ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാറുള്ളത്. വെള്ളം ഒഴിച്ച് വേവിച്ച് ചിലർ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. ഞങ്ങൾ ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കാതെ എണ്ണയിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത്. ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും ചേർത്ത് നന്നായി ഇളക്കുന്നു. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലിരുന്ന് ഇത് വെന്തുകൊള്ളും. ഇടയ്ക്ക് തുറന്നിളക്കാൻ മറക്കരുത്. അങ്ങനെ വെന്ത ശേഷം ഇത് തുറന്നു വെച്ച് മൂപ്പിക്കാവുന്നതാണ്. കഷ്ണങ്ങളൊക്കെ മൊരിഞ്ഞ ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി ചോറിനോടൊപ്പം ചൂടോടെ തന്നെ കഴിക്കാം. ഈ ചേനയും പയറും മെഴുക്കുപുരട്ടി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. വീട്ടിൽ പരീക്ഷിച്ച് എന്നെ അഭിപ്രായങ്ങളും അറിയിക്കണം. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ബൈ.